കണ്ണൂർ പാട്യത്ത് ട്രാവലർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് അപകടമെന്നൊരു വാർത്ത വരുന്നു. പോസ്റ്റ് തകർന്ന് ട്രാവലറിന്റെ മുകളിലേക്ക് വീണു. വാഹനത്തിലുണ്ടായിരുന്ന 15 പേരുടെയും പരിക്ക് ഗുരുതരമല്ല. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, എന്താണ് സംഭവിച്ചത്? വാഹനത്തിന് നിയന്ത്രണം വിടാൻ കാരണം എന്താണെന്നാണ് പ്രാഥമിക നിഗമനം? ഡോക്ടർ, താമരശ്ശേരിയിൽ നിന്നും ശ്രീകണ്ഠപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ട്രാവലറാണ് നിയന്ത്രണം നഷ്ടമായി പാട്യത്ത് അപകടത്തിൽപ്പെട്ടത്. ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ചെന്നിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു അശ്രദ്ധമായി വാഹനം ഓടിച്ചതാണ് പ്രാഥമികമായി ഈ അപകടത്തിന്റെ കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ ഒരു അപകടമാണ് ഒഴിവായത്. കാരണം ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഈ വാഹനം ചെന്നിടിക്കുകയും ഇലക്ട്രിക് പോസ്റ്റ് തകർന്നുകൊണ്ട് ഈ വൈദ്യുതി ലൈൻ ഉൾപ്പെടെ ഈ വാഹനത്തിന്റെ മുകളിലേക്ക് പതിക്കുകയും ചെയ്തു. എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് മറ്റു വലിയ ഒരു അപകടം ഒഴിവായത് എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയും. അവർ പിന്നീട് ഈ ഡ്രൈവർ സീറ്റ് വഴിയാണ്, ആ വാഹനത്തിലുണ്ടായിരുന്ന 15ഓളം യാത്രക്കാർ ഡ്രൈവർ ഇരുന്ന സീറ്റ് വഴിയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അവരുടെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല, നിസ്സാരമായ പരിക്കുകൾ മാത്രമാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. അത് വളരെ ആശ്വാസകരമായിട്ടാണ്. വലിയ ഒരു ദുരന്തം തന്നെയാണ് ഒഴിവായത്. കാരണം ഈ വൈദ്യുതി പോസ്റ്റ് തകർന്ന് ഈ വൈദ്യുതി ലൈൻ ഉൾപ്പെടെ ഈ വാഹനത്തിന് മുകളിലേക്ക് പതിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ഈ വൈദ്യുതി ബന്ധം അവിടെ ഈ ഇടിയുടെ വാഹനം ചെന്നിരിക്കുന്ന ആഘാതത്തിൽ ഈ പോസ്റ്റ് തകർന്നു വീഴുമ്പോൾ തന്നെ ഇല്ലാതായതാണ് ഈ അപകടം ഒഴിവാക്കിയതെന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയും. എന്തായാലും വലിയ അപകടമില്ല എന്നത് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. പാട്യത്ത് പത്തായിക്കുന്നിലാണ് ഈ അപകടം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. ഡ്രൈവർ ഈ പറയുന്ന ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരികയാണ്. താമരശ്ശേരിയിൽ നിന്നും ശ്രീകണ്ഠപുരം ഭാഗത്തേക്ക് വരുന്ന വാഹനമാണ്. ഡ്രൈവർ ഒരു അശ്രദ്ധമായ രീതിയിൽ വാഹനം ഓടിച്ചതാണ് പ്രാഥമികമായി അപകടത്തിന്റെ കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡോക്ടറും താങ്ക് യു. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. വാഹനയാത്രക്കാർക്ക് നിസ്സാര പരിക്കേ ഉള്ളൂ, ആശങ്കപ്പെടേണ്ട സാഹചര്യം